സാജനച്ഛന്റെ പുത്തൻ കുർബാനയില്ലെന്ന് പ്രസംഗത്തിൽ ദൈവങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ ഓർക്കുന്നത് ഒരുപാട് വീടുകൾ മിഷനൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളോട് അപ്പനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, മോനെ നീ നല്ലൊരു ഡോക്ടർ ആവണം, നല്ലൊരു എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ അമ്മമാരും അപ്പന്മാരും ഒക്കെ മക്കളെ നീ നല്ലൊരു ഡോക്ടർ ആവണം, നല്ല എഞ്ചിനീയർ ആവണമെന്ന് പറയുന്ന കാലഘട്ടത്തിൽ എൻ്റെ അപ്പനും അമ്മയും എന്നോട് പറഞ്ഞത് മോനെ നീ നല്ലൊരു അച്ഛനാവണം എന്നാണ്. അപ്പം എൻ്റെ ദൈവങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും എൻ്റെ ജീവിതത്തെ വഴിമുട്ടി നിന്നിരുന്ന ഒരു അവസരത്തിൽ എന്നെ ശക്തിപ്പെടുത്തുകയും എൻ്റെ ചേച്ചി അച്ചാച്ചന് റെൻസ് അവരൊക്കെ ഒരുപാട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരോടുള്ള നന്ദിയും സ്നേഹവും, നിങ്ങൾ എവിടെയാണല്ലോ ഞാൻ എവിടെയാണല്ലോ നിങ്ങൾ എൻ്റെ പ്രാർത്ഥനയിലുണ്ട്. ജീവിതകാലം മുഴുവൻ ഞാൻ എവിടെയായാലും നിങ്ങൾ എന്നെ പ്രാർത്ഥനയിലോക്കും, എന്നെ ശക്തിപ്പെടുത്തുന്നത് എനിക്ക് ഉറപ്പാണ്. അവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. കർത്താവ്, ഇത് എൻ്റെ പട്ടമാണോ അതോ ഈപ്പനച്ഛൻ്റെ പട്ടമാണോ? അച്ഛനാണ് അങ്ങ് ടെൻഷൻ. എന്തോ ഒരു വർഷമായിട്ട് ഞാൻ വർഷങ്ങളായിട്ട് അച്ഛൻ വന്ന സമയത്ത് തൊട്ട് അച്ഛൻ എന്നെക്കാളും തീക്ഷ്ണതയോടെ ഇടവക്കാരെ ആത്മീയമായി, വളരെ പ്രത്യേകിച്ച് അച്ഛൻ ആത്മീയമായി ഈ ഇടവക ജനത്തെ ആത്മീയമായി ഒരുക്കുകയും അച്ഛന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അച്ഛനെ ഒറ്റ വാക്കിലൊന്ന് അച്ഛനെ ചെറുതാക്കുകയാണെങ്കിൽ ഇനി നക്ഷൽ അച്ഛനെ കുറിച്ച് പറയുന്നത് കുർബാനിൽ കണ്ണീര് കൊണ്ട് പ്രാർത്ഥിക്കുന്ന, എല്ലാ കുർബാനയും കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വന്യവൈദികനാണ്, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു, ചില ദിവസം വെളുപ്പിന് 5 മണിക്കൊക്കെ വരുമ്പോഴോ ഉറക്കെ നിലവിളിച്ച് താഴത്തെ ചാപ്പലിൽ ഉറക്കെ നിലവിളിച്ച് കരയുന്ന ഒരു വൈദികൻ, പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛൻ ഏറെ ത്യാഗം, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്കറിയാം. അച്ഛന് ഇതിനുവേണ്ടി ഈ ദിവസം മനോഹരമാക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പം അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും അച്ഛനെ പ്രത്യേകം എൻ്റെ കുർബാനയിൽ പ്രാർത്ഥനയിൽ അതെവിടെയാണെങ്കിലും അച്ഛന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്.